ഇന്നത്തെ അറിയിപ്പുകൾ. തിരുവനന്തപുരം മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 29-ന് തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ സ്വകാര്യ മേഖലയിലെ പ്രമുഖ തൊഴിൽദായകരെയും നിരവധി ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിച്ച് നടത്തുന്ന തൊഴിൽമേള വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിലാണ് നടക്കുന്നത്. IT, ഓട്ടോമൊബൈൽ, മാർക്കറ്റിംഗ് തുടങ്ങിയ രംഗങ്ങളിലുള്ള 20-ൽ പരം പ്രമുഖ തൊഴിൽദായകർ പങ്കെടുക്കും. SSLC, +2, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, BTech യോഗ്യതയുള്ളവർക്കായി 500-ൽ പരം ഒഴിവുകളാണ് ഉള്ളത്. വൻ ഹിറ്റായി KSRTCയുടെ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ്. സ്വകാര്യ കൊറിയർ സേവനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിലാണ് KSRTC കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് ലഭ്യമാക്കുന്നത്. KSRTC ബസ്സുകളിലൂടെയാണ് നിലവിൽ കൊറിയറുകളും പാഴ്സലുകളും വിവിധ സ്ഥലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിലവിൽ 47 ഡിപ്പോകളിൽ ഈ സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. 15 കൗണ്ടറുകൾ 24 മണിക്കൂറും 32 കൗണ്ടറുകൾ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയും പ്രവർത്തിക്കുന്നുണ്ട്. 16 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ എവിടെയും കൊറിയർ എത്തിക്കുമെന്നതും മറ്റ് കൊറിയർ സർവീസുകളേക്കാൾ 30% റേറ്റ് കുറവാണെന്നുമാണ് ആകർഷണം. ഉപഭോക്താക്കൾക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള ഡിപ്പോയിൽ നിന്ന് കൊറിയറുകൾ കൈപ്പറ്റാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഡിപ്പോകളിലെ ഫ്രണ്ട് ഓഫീസുകളിൽ തന്നെയാണ് കൊറിയർ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. മെച്ചപ്പെടുത്തിയ ട്രാക്കിംഗ് സംവിധാനമാണ് ഈ സേവനത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്ന്. ഉപഭോക്താക്കളുടെ ID പ്രൂഫ്, ചിത്രങ്ങൾ, ഒപ്പുകൾ, ലൊക്കേഷൻ മാപ്പിംഗ് എന്നിവയോടൊപ്പം തത്സമയ ഡെലിവറി അപ്ഡേറ്റുകളും ലഭ്യമാകും. കൊറിയർ അയക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും അപ്ഡേറ്റുകൾ മെസ്സേജുകളായി ലഭിക്കും. സ്വീകരിക്കുന്ന ആൾക്ക് സാധുവായ ID കാർഡ് പരിശോധിച്ച് മാത്രമേ സാധനങ്ങൾ കൈമാറൂ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വനിതാ സംരംഭകർക്ക് മുൻഗണന നൽകി ടൗൺ ഹാൾ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് ജൂൺ 26 വ്യാഴാഴ്ച രാവിലെ 9:30-ന് എറണാകുളം ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടക്കുക. MSME സംരംഭകർക്കിടയിൽ ഔപചാരിക ബാങ്കിംഗ് സൗകര്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സ്വകാര്യ ഭൂമിയിൽ മറയൂർ ചന്ദനമരം നട്ടുവളർത്താൻ ട്രീ ബാങ്കിംഗ് പദ്ധതിയുമായി വനം വകുപ്പ്. പദ്ധതിയുടെ ഭാഗമാകുന്നവർ വനം വകുപ്പുമായി ഉടമ്പടിയിൽ ഏർപ്പെടണം. ചന്ദനമരം വിൽക്കുന്നതിനും വനം വകുപ്പ് തന്നെ വഴിയൊരുക്കും. മറയൂർ ചന്ദനമരത്തൈകൾ വീടുകളിൽ നട്ടുവളർത്തി മികച്ച വരുമാനം സമ്പാദിക്കാനാണ് വനം വകുപ്പ് പദ്ധതി ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ആദ്യവർഷം വനം വകുപ്പ് 30,000 ചന്ദനമരത്തൈകളാണ് സൗജന്യമായി നൽകുന്നത്. 15 മരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ധനസഹായവും വനം വകുപ്പ് നൽകും. സ്വന്തമായി ഭൂമിയുള്ളവർക്കോ 15 വർഷം പാട്ടത്തിന് ഭൂമി കൈവശമുള്ളവർക്കോ പദ്ധതിയുടെ ഭാഗമാകാം. സാമൂഹിക വനവൽക്കരണ വിഭാഗം റേഞ്ച് ഓഫീസുകളിൽ പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്യാം. 15 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം സ്ഥലമുടമയ്ക്ക് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന് അനുമതിയോടെ മരങ്ങൾ മുറിച്ച് ഉപയോഗിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ കേരള ട്രാവൽ മാർട്ട് സംഘടിപ്പിക്കുന്ന പ്രഥമ വെഡ്ഡിംഗ് ആൻഡ് മൈസ് കോൺക്ലേവ് ഓഗസ്റ്റ് 14 മുതൽ 16 വരെ കൊച്ചിയിൽ നടക്കും. വെഡ്ഡിംഗ് ആൻഡ് മൈസ് ടൂറിസം രംഗത്തെ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നതിനും രാജ്യത്തെ വെഡ്ഡിംഗ് മൈസ് ടൂറിസം ഹബ്ബാക്കി കേരളത്തെ മാറ്റുകയുമാണ് ലക്ഷ്യമെന്നും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഓഗസ്റ്റ് 14-ന് ബോൾഗാട്ടിയിലെ ഗ്രാൻഡ് ഹയാത്തിൽ കോൺക്ലേവിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കും. 15, 16 തീയതികളിൽ കൊച്ചിയിലെ ലേ മെറിഡിയനിലാണ് വാണിജ്യ കൂടിക്കാഴ്ചകളും പ്രദർശനവും നടക്കുക. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ഇതിനകം 400-ലേറെ ബയർ രജിസ്ട്രേഷൻ പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ കൂടുതൽ രജിസ്ട്രേഷൻ ഉണ്ടാകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.